ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നുള്ള നവകേരള സദസ്സുകൾ ഡിസംബർ 23 ശനിയാഴ്ച തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. അതിന് മുന്നോടിയായി ഒരു ക്രിസ്മസ് സമ്മാനം പോലെ കുടിശ്ശിക ആയിരിക്കുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഭാഗം വിതരണം ചെയ്യുവാൻ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. നിലവിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ 4 മാസങ്ങളിലെ ക്ഷേമ പെൻഷനായി 6400 രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുവാനുണ്ട്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയതിനാൽ മുഴുവൻ കുടിശ്ശികയും വിതരണം ഇപ്പോഴൊന്നും ഉണ്ടാകില്ല. പകരം ക്രിസ്തുമസും നവകേരള സദസ്സ് അവസാനിക്കുന്നതും പരിഗണിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപ വീതം വിതരണം ചെയ്യുവാനാണ് ധനവകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നതിൽ ഇളവ് വരുത്തിയതിലൂടെ 3140 കോടി രൂപ കൂടി സർക്കാരിന് പുതിയതായി മാർച്ച് വരെ കടമെടുക്കുവാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ചൊവ്വാഴ്ച ഡിസംബർ 19 2000 കോടി രൂപ കടമെടുക്കുവാൻ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെയാണ് 2000 കോടി രൂപ കടമെടുക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിനായാണ് ഇത്. 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് 1800 കോടിയോളം രൂപയാണ് സംസ്ഥാനത്തിന് വേണ്ടിവരുന്നത്. ക്രിസ്തുമസിന് മുൻപായി ലഭിക്കുന്ന ഈ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും സാക്ഷ്യപത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകുകയും ചെയ്ത അർഹരായ പെൻഷൻ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിയുള്ള പുതുക്കിയ ക്ഷേമ പെൻഷൻ പട്ടിക അനുസരിച്ചായിരിക്കും പെൻഷൻ വിതരണം. നവംബറിൽ വിതരണം ചെയ്ത ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ മുതലാണ് പുതിയ ക്ഷേമ പെൻഷൻ പട്ടിക പ്രകാരം വിതരണം ആരംഭിച്ചിരിക്കുന്നത്. അതിനാൽ ജൂലൈ മാസ പെൻഷൻ കിട്ടിയവർക്ക് ഈ മാസവും ലഭിക്കും. ജൂലൈ മാസ പെൻഷൻ കിട്ടാത്തവർ സേവന വെബ്സൈറ്റിൽ അതിൻ്റെ കാരണം ചെക്ക് ചെയ്ത് തടസ്സങ്ങൾ മാറ്റേണ്ടതാണ്. 19-ാം തീയതി ഫണ്ട് വന്നാൽ 20-ാം തീയതി മുതൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 20 മുതൽ 23 ശനിയാഴ്ച വരെ കേവലം 3 ദിവസം മാത്രമാണ് ക്രിസ്തുമസിന് മുമ്പായി പെൻഷൻ വിതരണത്തിനുള്ളത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തുന്നവരിൽ ഭൂരിഭാഗത്തിനും 23-ന് ഉള്ളിൽ ലഭിക്കുമെങ്കിലും വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നവരിൽ പലർക്കും ക്രിസ്തുമസ് കഴിഞ്ഞായിരിക്കും തുകയെത്തുക. സാധാരണ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി പൂർത്തിയാകുന്നതിന് 10 ദിവസം വരെ എടുക്കാറുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ അറിയിപ്പ് DBT സെല്ലിൽ നിന്നോ പെൻഷൻ വിതരണ കമ്പനിയിൽ നിന്നോ എത്തിയാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.